മോശം തിരക്കഥയിൽ മികച്ച നടന്മാർ അഭിനയിച്ചാൽ ഗംഭീര ചിത്രമൊരുക്കാൻ കഴിയില്ലെന്ന് അന്ന് മനസ്സിലാക്കി പൃഥ്വിരാജ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെ സിനിമാ ലോകത്ത് കാലെടുത്തു വെച്ച നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പൃഥ്വി വാസ്തവം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കി. അഭിനയത്തിന് പുറമെ ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ മേഖലകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ശക്തമായ വേഷങ്ങൾ ചെയ്യാനും പൃഥ്വിക്ക് സാധിച്ചു. കരിയറിന്റെ തുടക്കത്തിൽ സംവിധായകരുടെ പേര് നോക്കിയാണ് താൻ സിനിമകൾ തെരഞ്ഞെടുത്തിരുന്നത് എന്നും അന്ന് അതായിരുന്നു ശരിയെന്നും പൃഥ്വിരാജ് പറയുന്നു. എന്നാൽ മോശം തിരക്കഥയിൽ മികച്ച നടന്മാർ അഭിനയിച്ചാൽ ഗംഭീര സിനിമ ഒരുക്കാൻ കഴിയില്ലെന്ന് തനിക്ക് പിന്നീട് മനസ്സിലായെന്നും ഇപ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റിക്കായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താൻ ചിന്തിക്കാറെന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് സംവിധായകരുടെ പേര് നോക്കിയാണ് സിനിമ തെരഞ്ഞെടുത്തിരുന്നത്. അന്ന് അതായിരുന്നു ശരി. പിന്നീട് ആ ധാരണ പലതും തകർന്നു. സംവിധായകർക്കും താരങ്ങൾക്കുമപ്പുറം നല്ല കഥയും തിരക്കഥയും മികച്ച ചിത്രങ്ങൾക്ക് കാരണമാകുന്ന കാലം വന്നു. അവിടെ കഥകളായിരുന്നു പ്രധാനം. മോശം തിരക്കഥയിൽ മികച്ച നടന്മാർ അഭിനയിച്ചാൽ ഗംഭീര ചിത്രം ഒരുക്കാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞു. ഇന്ന് ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനേക്കാൾ ചിത്രത്തിന്റെ ടോട്ടാലിറ്റി നന്നാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, പൃഥ്വിരാജ് പറയുന്നു. പൃഥ്വിരാജ് ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമാണ് എമ്പുരാൻ. 3 ഭാഗങ്ങളിലായി പുറത്തിറങ്ങുമെന്ന് അറിയിച്ച ചിത്രത്തിന്റെ ആദ്യ ഭാഗം ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു. മാർച്ച് 27-ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന സിനിമയിൽ വിദേശീയരടക്കമുള്ള വമ്പൻ താരനിര ഒന്നിക്കുന്നുണ്ട്.